സംസ്ഥാന സ്കൂൾ കായികമേളയിൽ തിരുവനന്തപുരത്തിന്റെ ആധിപത്യം തുടരുന്നു. 600 പോയിന്റും കടന്നു കുതിക്കുകയാണ് തിരുവനന്തപുരം. നീന്തൽ മത്സരങ്ങളിലും തിരുവനന്തപുരത്തിന്റെ ആധിപത്യമാണ്. നാളെയാണ് അത്ലറ്റിക്സ് മത്സരങ്ങൾക്ക് തുടക്കമാകുന്നത്. കേരള സ്കൂൾ കായികമേളയിൽ തിരുവനന്തപുരത്തിന്റെ കുതിപ്പ് തുടരുകയാണ്. ഓവറോൾ ചാമ്പ്യൻഷിപ്പിനായുള്ള പോരാട്ടത്തിൽ ബഹുദൂരം മുന്നിലാണ് നിലവിലെ ജേതാക്കളായിട്ടുള്ള തിരുവനന്തപുരം. അവരുടെ സ്വന്തം നാട്ടിൽ നടക്കുന്ന മേളയിൽ കഴിഞ്ഞ തവണ നേടിയ 1953 എന്ന പോയിന്റിനേക്കാൾ ഉയരത്തിൽ 2000 പോയിന്റിൽ എത്തിക്കാൻ തന്നെയാണ് അവരുടെ പോരാട്ടം. ഒന്നാം ദിനത്തിൽ ആ ഒരു കുതിപ്പിന്റെ കാഴ്ച നമുക്ക് വ്യക്തമാവുന്നതാണ്. ഇതുവരെ 70 സ്വർണ്ണമടക്കം 626 പോയിന്റ് പിന്നിട്ടിരിക്കുകയാണ് തിരുവനന്തപുരം. അക്വാട്ടിക്സിലും ഒപ്പം തന്നെ ഇൻക്ലൂസീവ് വിഭാഗത്തിലടക്കം അത് ഈ മേളയിലെ പോയിന്റ് പട്ടികയിൽ കൂടുതൽ ഉൾപ്പെടുത്തുന്നെങ്കിൽ പോലും ആ വിഭാഗത്തിലടക്കം തിരുവനന്തപുരത്തിന്റെ സമ്പൂർണ്ണ ആധിപത്യമാണ് കാണുന്നത്. ആദ്യ ദിനം നീന്തൽക്കുളത്തിൽ തിരുവനന്തപുരത്തിന്റെ മുന്നേറ്റമാണ് കണ്ടത്. 100-ലധികം പോയിന്റുകളാണ് നീന്തൽക്കുളത്തിൽ നിന്ന് തിരുവനന്തപുരം സ്വന്തമാക്കിയത്. സംസ്ഥാന സ്കൂൾ കായികമേളയിലെ ആദ്യ റെക്കോർഡ് പിറന്നതും നീന്തൽക്കുളത്തിൽ നിന്ന് തന്നെ. സബ് ജൂനിയർ വിഭാഗം 50 മീറ്റർ ബട്ടർഫ്ലൈസിൽ തൃശൂർ സായിയുടെ അജിത് യാദവാണ് സ്വർണം സ്വന്തമാക്കിയത്. 27.99 സെക്കൻഡ് കൊണ്ട് ഫിനിഷ് ചെയ്താണ് അജിത് യാദവ് മീറ്റർ റെക്കോർഡും സ്വർണവും നേടിയത്. നേട്ടം ആവർത്തിക്കാൻ മലപ്പുറത്തിനാകുമോ അതോ എറണാകുളം ജില്ലയുടെ തിരിച്ചുവരവോ എന്നുള്ളത് നാളെ വ്യക്തമാകും. പാലക്കാടൻ കരുത്ത് കഴിഞ്ഞ കാലങ്ങളിൽ ചോർന്നു പോയിരുന്നു. ഇത്തവണ പാലക്കാടിന്റെ തിരിച്ചുവരവ് കാണാനാകുമോ എന്നതിനും ഈ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലെ പോരാട്ടങ്ങൾ ഉത്തരം നൽകും. തിരുവനന്തപുരത്ത് നിന്ന് ടീം 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.